ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പി.വി. അൻവർ എം.എൽ.എ റിപ്പോർട്ടറിനോട്. രാഹുലിന്റെ പൊളിറ്റിക്കൽ DNA ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കപ്പെടും. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവിനെതിരെ മത്സരിക്കാനുള്ള രാഹുലിന്റെ തീരുമാനം രാഷ്ട്രീയ പാപ്പരത്തമാണ്. നെഹ്റു കുടുംബവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടെന്നും പി.വി. അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്ന് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഘടകകക്ഷി സംവിധാനത്തിലെ ഒരു ഘടകകക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്ത് ധാർമ്മികതയിലാണ് അദ്ദേഹം ഒന്ന് മത്സരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. നെഹ്റു കുടുംബത്തിന് പരിചയമില്ലാത്ത വ്യക്തിയൊന്നുമല്ല ഞാൻ. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു. ആ കുടുംബമായിട്ട് നമുക്ക് അത്രയും വലിയ ബന്ധമുണ്ട്. സാനിയോ മനോമി നമുക്കൊപ്പം എത്തുന്നു തത്സമയം. സാനിയോ, ഗുഡ് മോർണിംഗ്. പി.വി. അൻവർ ഉദ്ദേശിച്ചത് ഒരു രാഷ്ട്രീയ വിമർശനമാണ് എന്നാണോ അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്? കൂടുതലായി എന്തൊക്കെ പറയുന്നു ആ വിമർശനത്തിന് അപ്പുറം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച്? അതെ, ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം താൻ ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ DNA ആണ് എന്ന ഒരു വിശദീകരണവുമായി നമുക്ക് ഒപ്പം ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് താൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ DNA അല്ല പറഞ്ഞത്. കാരണം പൊളിറ്റിക്കൽ DNA കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു അറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിലെ രണ്ടോളം മുഖ്യമന്ത്രിമാരെ മോദി സർക്കാർ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടാതെ ഇന്ത്യ സഖ്യത്തിൽ പല വെല്ലുവിളികളും ഉണ്ടാകുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഡൽഹിയിൽ ഒരുമിച്ചൊരു സമരം ചെയ്യുന്ന സമയത്ത് പോലും ഡി രാജയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണം, ED കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? അത് രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്നാണ് പി.വി. അൻവർ പറയുന്നത്. ബയോളജിക്കൽ DNA എന്ന് താൻ പറഞ്ഞിട്ടേ ഇല്ല. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇത്തരത്തിൽ ബയോളജിക്കൽ DNA എന്ന കാര്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെ അങ്ങേയറ്റം വൃത്തികേടിലേക്ക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയതെന്നാണ് പറയുന്നത്. മാത്രവുമല്ല, തൻ്റെ കുടുംബത്തിന് രാഹുൽ ഗാന്ധിയുടെ കുടുംബവുമായും മുത്തച്ഛനുമായും ഒക്കെ വലിയ അടുത്ത ബന്ധമുണ്ട്. തൻ്റെ പിതാവടക്കം AICC അംഗമായിരുന്ന തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് ജവഹർലാൽ നെഹ്റു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് താൻ ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്, പൊളിറ്റിക്കൽ DNA എന്നാണ് ഉദ്ദേശിച്ചത്. മാത്രവുമല്ല, ആനി രാജയെ പോലെ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മുൻനിരയിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവിനെതിരെ എന്ത് കാരണത്താലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് കാണിക്കുക എന്നും പി.വി. അൻവർ പറയുന്നുണ്ട്. ഓക്കെ സാനിയോ, പി.വി. അൻവറിന്റെ പ്രതികരണത്തിന്റെ വിവരങ്ങളാണ് സാനിയോ നൽകിയത്.